ഹലോ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടൊയോട്ട കൊറോള ആയിരുന്നു. ഇതിൻ്റെ കസ്റ്റമറിൻ്റെ കംപ്ലൈൻറ്റ്, ബ്രേക്കിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു അബ്നോർമൽ നോയ്സ് എന്തായിരുന്നു കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞത്. അതായത് സസ്പെൻഷൻ സിസ്റ്റം ഹമ്പിലൊക്കെ ചാടുമ്പോഴൊരു സൗണ്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കൊറോള തന്നെ, ലേറ്റസ്റ്റ് മോഡലായിരുന്നു കൊറോളയുടെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ബാക്കും ബ്രേക്ക് നോക്കുന്ന സമയത്ത് ബ്രേക്ക് പാഡെല്ലാം വീക്കായിരുന്നു, ഫുള്ളി വർൺ ഔട്ടായിരുന്നു. അതുപോലെ ഇതിന്റെ റിയർ സസ്പെൻഷൻ നോക്കുമ്പോൾ, അതായത് ഷോക്ക് അബ്സോർബർ നല്ല ലീക്കായിരുന്നു. അപ്പോൾ ഷോക്ക് അബ്സോർബർ ലീക്ക് വരുന്നത് സാധാരണ ഹെവി ലോഡ്, ഹെവി ആയിട്ടൊക്കെ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഹെവി ലോഡൊക്കെ വരുന്ന സമയത്താണ് ഈ ഇങ്ങനെ ലീക്കേജ് കൂടുതൽ വരുന്നത്. പക്ഷെ ഇതിന്റെ റിയർ ലെഫ്റ്റിലായിരുന്നു ലീക്കേജ് ഉണ്ടായിരുന്നത് വണ്ടിയുടെ. അപ്പോൾ നമ്മൾ റിയർ ലെഫ്റ്റ് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് രണ്ട് പീസും, അതായത് ലെഫ്റ്റ് റൈറ്റ് മാറേണ്ടി വരും. കാര്യം ഒരെണ്ണം മാത്രം നമ്മൾ മാറുമ്പോൾ അതിന് ബാലൻസിങ്ങിന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഷോക്ക് അബ്സോർബറൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ലെഫ്റ്റ് റൈറ്റും ഒരുമിച്ച് മാറണം. ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട്, അല്ലെങ്കിൽ ബാക്ക് ആണെങ്കിൽ ബാക്ക്. അപ്പോൾ ഇതിന്റെ റിയർ ലെഫ്റ്റിനായിരുന്നു ഷോക്ക് അബ്സോർബറിന് ലീക്കേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസ്റ്റമർ സംസാരിച്ചു, നമ്മൾ നോർമലായിട്ട് എല്ലാം ചെക്ക് ചെയ്തു. ഇൻസ്പെക്ഷൻ ചെയ്ത സമയത്തൊക്കെ വണ്ടി പെർഫെക്റ്റ് ആയിരുന്നു, വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസ്റ്റമർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തത് പുതിയ വണ്ടി ആയതുകൊണ്ട് എപ്പോഴും ജെന്യൂൻ പാർട്സ് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. കസ്റ്റമർ ഓൾറെഡി അപ്രൂവ് ആയി, ഒറിജിനൽ തന്നെ നമുക്കിടാം, റീപ്ലേസ് ചെയ്യാം എന്നുള്ളത്. കാര്യം ഈ കൊറോള മോഡലിനൊക്കെ നമുക്ക് ഒറിജിനലും ഈ ഡ്യൂപ്ലിക്കേറ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ വരുള്ളൂ. കണ്ടോ, ആ ലീക്കേജ് കാണുന്നുണ്ടോ? റൈറ്റിൽ അത് വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല, ലെഫ്റ്റിലായിരുന്നു അത് ലീക്കേജ് വന്നിരുന്നത് മെയിനായിട്ട്. പിന്നെ അതുപോലെ ബാക്കി ഇൻസ്പെക്ഷനൊക്കെ നോക്കുന്ന സമയത്തൊക്കെ വണ്ടി പെർഫെക്റ്റ് ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 4 ബ്രേക്ക് പാഡും റീപ്ലേസ് ചെയ്തു. അതുപോലെ ഒറിജിനൽ ജെന്യൂൻ പാഡും ജെന്യൂൻ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബറാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക് സ്കിം ചെയ്തു, പോളിഷ് ചെയ്ത് 4 ആഴ്ച പോളിഷ് ചെയ്തു. എപ്പോഴും ബ്രേക്ക് പാഡ് മാറുമ്പോൾ നമ്മൾ ഡിസ്ക് കഴിവതല്ല മസ്റ്റായിട്ട് തന്നെ, ഫ്രണ്ട് മസ്റ്റായിട്ട് തന്നെ നമുക്ക് ഡിസ്ക് പോളിഷ് ചെയ്യണം. റിയർ അഥവാ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ചെയ്താൽ നമ്മുടെ ബ്രേക്ക് പാഡിന്റെ ലൈഫ് ഇൻക്രീസ് ആവും. നമ്മുടെ ടൊയോട്ടയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ് റീപ്ലേസ് ചെയ്തത്, ഷോക്ക് അബ്സോർബറും ബ്രേക്ക് പാഡ്സ് എല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, പുതിയ മോഡൽ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിവതും ജെന്യൂൻ പാർട്സ് തന്നെ വാങ്ങി ഉപയോഗിക്കാൻ നോക്കാം. വേറെ മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയാൽ അതിന്റെ ക്വാളിറ്റിയിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ 2-3 ക്വാളിറ്റി ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോഴും ജെന്യൂൻ പാർട്സ് തന്നെ നമ്മൾ കഴിവതും ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് മാക്സിമം നമുക്ക് ലൈഫ് പാർട്സിന്റെ പുറത്ത് ലൈഫ് കിട്ടും. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഷോക്ക് അബ്സോർബർ നമ്മൾ ഒറിജിനൽ തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ആ പെർഫോമൻസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ റിയർ ലെഫ്റ്റിലായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. റൈറ്റിനും നമുക്ക് ഒരുമിച്ച് തന്നെ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.